ഹായ് ഓൾ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിഷ്യൽ ഇംപ്രഷൻസ് ഉണ്ടല്ലോ, അതായത് ഇൻ ഹാൻഡ് ഫീല്, അതേപോലെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ക്യാമറ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ കളർ വേരിയൻ്റ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റി അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു ഓണർഷിപ്പ് റിവ്യൂ കാണുക. അതിപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വേറെ ഓണർഷിപ്പ് റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവോമിയുടെ 14 Civi എന്ന് പറയുന്ന സെറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. അപ്പോൾ ആ സെയിൽ നടക്കുന്ന സമയത്ത് അവൻ പുതിയൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അങ്ങനെ അവൻ മേടിച്ചതാണ്. അപ്പോൾ ഫോൺ കിട്ടിയപ്പോഴത്തേക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഈ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ പല ഫാക്ടേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ 2 ചാപ്റ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഡ് ചെയ്യാനായിട്ട്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗെയിമിംഗ് ഒന്നും ഒരുപാട് ചെയ്യുന്ന ആളല്ല. ഞാനാണെങ്കിലും എൻ്റെ ഈ ഫ്രണ്ടാണെങ്കിലും ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ അത്ര പ്രോയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ആൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കും. അവന് ക്യാമറയൊക്കെ ഉണ്ട്, ഒരു എന്താ പറയുന്നത്, ഒരു എൻട്രി ലെവൽ ക്യാമറയൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അവന് ഭയങ്കര പാഷനേറ്റാണ് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട്. അപ്പോൾ അവൻ സ്റ്റാർട്ട് ചെയ്തത് ഇതിലാണ്, മൊബൈൽ ഫോട്ടോഗ്രാഫിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇതേപോലെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയിലൊക്കെ ചെറുതായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ ഈ വീഡിയോസ് കംപ്ലീറ്റ് എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ എനിക്കുണ്ടാവും. ഞാൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഇത് തരാം എന്നുള്ളൊരു ഇംപ്രഷൻ തരാം എന്നുള്ള രീതിയിൽ ഞാൻ അതും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് വീഡിയോയിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടൈം കോഡ് ഉണ്ടാവും. അൺബോക്സിങ് വീഡിയോ മാത്രം കാണേണ്ട ആൾക്കാർക്ക് അൺബോക്സിംഗ് എന്ന് പറയുന്ന ആ ടൈം കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോ മാത്രമായിട്ട് കാണാം. അല്ല, ക്യാമറ ക്വാളിറ്റി ചെക്ക് എങ്ങനെയാണ്, അത് ക്യാമറയുടെ എങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് അറിയാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ടൈം കോഡ് ചെക്ക് ചെയ്യാതെ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീഹരി. നമ്മുടെ ഫോൺ വരുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബോക്സിലാണ് കേട്ടോ. അതിലൊരുപാട് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു 14 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ആ ഫ്രണ്ടിൽ ഉണ്ടാവുള്ളൂ. ബാക്കിലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോർമൽ ഫോണിലുള്ള പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ബോക്സാണ്. ഇതിലാണ് ഫോണിൻ്റെ കേസും കൂടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് സെപ്പറേറ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫോണാണ്. അപ്പോൾ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ബോക്സിൽ നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആണ്. ചാർജിങ് കേബിൾ C ടൈപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 4700 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 50 മിനിറ്റ്സ് ടൈം എടുക്കും. ഇപ്പോൾ 8GB റാമും 256GB സ്റ്റോറേജും ഉള്ള മാച്ച് ഗ്രീൻ വേരിയൻ്റ് ആയിരുന്നു നമ്മൾ മേടിച്ചത്. ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 പ്രോസസ്സറാണ്. അപ്പോൾ പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ. എഡിറ്റിങ്ങിനും അതുപോലെ ഗെയിമിങ്ങിനും ഒക്കെ അടിപൊളി പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ്. പക്ഷേ ഞങ്ങൾ 2 പേരും ഗെയിമിംഗ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ്സിലൊന്നായിട്ടുള്ള ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 1.5K 6.5 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ 3000 nits പീക്ക് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. ഇതുപോലെ തന്നെ HDR10+, ഡോൾബി വിഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഫോണിൻ്റെ കൂടെ ഒരു കേസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഈ ഒരു ബ്ലാക്ക് ബോക്സിലാണ് ഈ ഒരു കേസ് വരുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാണിപ്പോൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കേസ് മേടിക്കുന്നവരെ നമ്മുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ധാരാളമാണ്.
ലൈക്കയായിട്ട് കൊളാബ് ചെയ്ത് ലോഞ്ച് ചെയ്ത ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോവുകയാണ്. പിന്നെ ക്യാമറ സ്പെസിഫിക്കേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. നമ്മളിവിടെ അതിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത്.